ഹലോ, എല്ലാവർക്കും ഡു വട്ടിയിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞ ഫസ്റ്റ് വ്ളോഗ് എത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ കാറിലേക്ക് യാത്രയാകുന്നുണ്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയാകുന്നുണ്ട്. തിരുവനന്തപുരത്ത് പോയിട്ടാണ് പോകുന്നത്. നമ്മളവിടെ എത്തി. അവിടെ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. ടിക്കറ്റൊക്കെ എടുത്തു. അടുത്ത ശേഷം ഞങ്ങളുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. പിന്നെ ചേച്ചി ഉണ്ടാക്കിയ നല്ല ഇഡ്ഡലിയും തക്കാളി ചട്നിയും വെച്ച് ഞങ്ങളുടെ കാപ്പി ഞങ്ങൾ രാവിലെ കുടിച്ച് കഴിഞ്ഞിരിക്കുന്നു. രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ട്രെയിൻ 6:30 എന്തോ ആയിരുന്നു. ട്രെയിനിലിരുന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങളെ ബാഗ്സൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങളെ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞു. ട്രെയിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് പോകുന്ന വഴിയിലുള്ള സ്ഥലങ്ങളുടെ കുറച്ച് വ്യൂസാണ് ഇതിന് ശേഷം ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ കുറേ പ്ലേസുകളാണ്. ഞങ്ങൾ തിരുവനന്തപുരം ടു എറണാകുളമാണ് ട്രെയിൻ ബുക്ക് ചെയ്തത്. പക്ഷേ ഞങ്ങൾ ഇടയ്ക്ക് കോട്ടയത്ത് ഇറങ്ങിയായിരുന്നു. അവിടെ നിന്ന് മെമോ ട്രെയിനിൽ കയറിയാണ് എറണാകുളത്ത് എത്തിയത്. അതിൻ്റെ വ്യൂസാണ്. ഇതിൻ്റെ ഇടയിൽ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ത്രൂ മഴയായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. തണുത്ത് കളച്ചിട്ട് ഇരിക്കാൻ കൂടി വയ്യായിരുന്നു. അത്രയ്ക്ക് തണുപ്പായിരുന്നു. അങ്ങനെ മെമോയിൽ നിന്ന് ഇറങ്ങിയത് എറണാകുളത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഫസ്റ്റ് ട്രാവലിംഗ് നടക്കുന്നത്. എല്ലാവരും കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ട്രെയിനിലിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കായിരിക്കും ഞങ്ങളെവിടെയാണ് പോകുന്നതെന്ന്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എൻ്റെ ആദ്യത്തെ ട്രാവലാണ്. ഞാൻ ഇതുവരെ ഈ സ്ഥലത്ത് പോയിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി പ്ലേസ്. അപ്പോൾ ഇതൊന്ന് കണ്ടു കളയാം എന്ന് വിചാരിച്ചത്. ഇത് പോകുന്ന വഴിക്കുള്ള എന്തൊരു വിഭവമാണ്, അറിയത്തില്ല എന്താണെന്ന്. ഇതൊരു നൈറ്റ് വ്യൂ ആണ്. ഇത് നൈറ്റിലുള്ള വ്യൂസാണ്. നല്ലൊരു റിവറും എന്താ പറയുക, നല്ല ഇതായിട്ടുള്ള മഴക്കാറൊക്കെ കിടപ്പുണ്ട്. ഇതിന് ശേഷം നല്ല മഴയായിരുന്നു. ട്രെയിനിൻ്റെ അതൊക്കെ വെള്ളമൊക്കെ വീഴുന്നു. നല്ല സീനൊക്കെ ആയിരുന്നു. ഇനി ഒരു സ്ഥലത്തുമ്പോൾ കുറച്ച് പാലങ്ങളാണ്. പാലത്തിൻ്റെ അനുസരിച്ചായിരിക്കും അതിൻ്റെ റിവറിൻ്റെ വീഡിയോസും ഇതിൻ്റെ ഇടയിൽ എടുത്തതാണ്. ഈ ട്രിപ്പ് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗോവയിലേക്കാണ് ഈ ട്രിപ്പ്. ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് സ്റ്റേഷനിൽ. എൻ്റെ ഫസ്റ്റ് ട്രാവൽ വ്ലോഗ് പോകുന്നത് നമ്മൾ ഗോവയിലേക്കാണ്. ഞങ്ങളെല്ലാം നടന്ന് നീങ്ങുകയാണ്. ഞങ്ങളൊക്കെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ സ്റ്റേഷനിൽ എത്തിയതാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന റിസോർട്ടിലാണ്. റിസോർട്ടിൽ നിന്ന് വാൻ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. വാനിൽ ഞങ്ങളെല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അതിലോട്ട് കയറുകയാണ്. ഇവിടെ നിന്ന് കുറേ ദൂരമുണ്ട് ഞങ്ങളുടെ റിസോർട്ടിലേക്ക്. ഒത്തിരി ദൂരമുണ്ട്. എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ആ റിസോർട്ടിലേക്ക് പോകുന്ന വേ ആണ്. നല്ല തണുപ്പുണ്ട്. വെളുപ്പാങ്കാലമായി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ. അതായത് ഇന്നലെ തിരിച്ചതാണ്. ഇന്നലെ 6:30 തിരിച്ച് ഞങ്ങൾ എത്തിയത് പിറ്റേ ദിവസം. അതായത് ഇന്ന് രാവിലെ 4:45 ഞങ്ങളിവിടെ എത്തിയപ്പോൾ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ട്. അതിൻ്റെ ഒരു ചെറിയ വ്യൂസാണിത്. കണ്ടോ, ഇതതിൻ്റെ ലോബിയാണ്. ലോബിയിൽ ഞങ്ങളെ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചു. ഇതാണ് റിസോർട്ടിൻ്റെ പേര്. താങ്ക് യു. ഇത് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഇതാണ് റിസോർട്ട്. ഞങ്ങൾ പിന്നെ ഇനി ഫുഡ് കഴിക്കാൻ കയറി. ആദ്യം ഫുഡ് എന്നിട്ട് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും കറിയായിരുന്നു. എനിക്കത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇഡ്ഡലി എനിക്ക് കിട്ടിയായിരുന്നു. ഇതെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷമാണ് എനിക്ക് ഫുഡ് കിട്ടിയത്. ഇതിൽ ഞാനില്ല കേട്ടോ, കാരണം ഞാൻ ഫോൺ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ചായ തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്ന് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാക്കി തിരിച്ചു. ഓൺ ദ വേ പോകുന്ന വഴിക്കുള്ള ഒരു ബോട്ടിംഗ് ഇത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയിൻ്റ് വച്ചിരിക്കുന്നത് അഗോഡ ഫോർട്ടിലാണ്. അഗോഡ ഫോർട്ടിലേക്ക് പോകുന്നതാണ് ഇത്. ആ പോകുന്ന വഴിക്ക് കാണുന്ന ബോട്ടിങ്ങിൻ്റെ ഇതാണ്. ഞങ്ങളവിടെ എത്തി. ടിക്കറ്റിന് 25 രൂപ ആണെന്ന് തോന്നുന്നു. ഫോർട്ട് അഗോഡ ആണിത്. കാണാൻ തന്നെ നല്ല വൈബുണ്ട്. ഞങ്ങളൊക്കെ യാത്ര തിരിച്ച് പോവുകയാണ്. നല്ല സ്റ്റെപ്പൊക്കെ കുറേ കയറാനുണ്ട്. കുറേ കയറി
ഇനി കുറച്ച് കയറാറുണ്ട്. മുകളിൽ എത്തണമെങ്കിൽ കുറേ പടി കയറേണ്ടി വരും. പടിയൊക്കെ കയറി ഞങ്ങൾ ഫോർട്ടിൻ്റെ മുകളിലെത്തി. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഇതിൻ്റെ ഇത് അവിടുത്തെ സീ വ്യൂ ആണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല വൈബ് തരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടൊക്കെയാണ് ഇവിടെ നിന്ന് താഴെ ഇറങ്ങിയത്. നിറയെ കാണാനുള്ള ഇതുണ്ട്. നല്ല വ്യൂ പോയിൻ്റാണ്. ഇതതിൻ്റെ സീ വ്യൂ ആണ്. നല്ല ഭംഗിയുണ്ട്. ഇത് ഞങ്ങൾ താഴെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ ഫോർട്ടീന്ന് ഇറങ്ങുകയാണ്. ഇത് എക്സിറ്റിൻ്റെ ഇടവഴിയിൽ വെച്ചിരിക്കുന്ന ഫോട്ടോസാണ് ഇതൊക്കെ. ഇവിടെ കാണാം. അതായത് ബിഫോറും ആഫ്റ്ററുമാണ് ഇവിടെ വച്ചിരിക്കുന്നത്. മുന്നേ ഇതിങ്ങനെ ആയിരുന്നു, അതിനുശേഷം അതെങ്ങനെയായിരുന്നു. ഇതായിരുന്നു ആ ഫോട്ടോസിൻ്റെ ഇത്. അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഫോട്ടോ നിങ്ങൾക്ക് കാണാത്തവർക്ക് വേണ്ടിയിട്ട് കണ്ടവർക്കും കാണാം. ഇനി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. ഇതിറങ്ങി അടുത്ത പോയിന്റിലേക്ക് പോകുന്നതാണ്. താങ്ക് യു. ഞങ്ങൾ അടുത്ത് പോയത് ലോവർ ഫോർട്ട് അഗോഡ വെച്ചിട്ട്. ഇത് അവിടെ കിടക്കുന്ന പട്ടിക്കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ നടന്നു പോവുകയാണ്. നമ്മൾ എന്നെക്കുറിച്ചുള്ള വിശീലനമാണ്. ഞങ്ങൾ കടൽ വ്യൂവിനെത്തി. എല്ലാവരും എൻജോയ് ചെയ്യുകയാണ് ഇവിടെ. കടൽ വ്യൂസ് നല്ല തിരക്കുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് നേരം കടലിൻ്റെ ഒരു വ്യൂസ് മൊത്തം ഉണ്ട്. എൻജോയ് ചെയ്തതിൻ്റെയൊക്കെ ഉണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മുടെ അഗോഡ ഫോർട്ടിൻ്റെ സീ വ്യൂ ആണിത്. കുട്ടികളൊക്കെ കുളിച്ച് മറിഞ്ഞതായത് അടിപൊളിയായിട്ടുണ്ട്. അവിടെ നിന്ന് കയറുന്ന സമയത്ത് അവിടെ പൂത്തൊലിഞ്ഞാവുന്ന കുറച്ച് പുൽച്ചെടിയാണിത്. നല്ല ഫ്ലവറുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്താ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത് തിരിക്കുകയാണ്. അടുത്ത് തിരിച്ചിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതിന് ഇത് അഗോഡ ബീച്ചിലുള്ളതാണ്. ഹലോ, ഇപ്പോൾ നമ്മൾ കോണ്ടിലം ബീച്ചിലാണ് ഇരിക്കുന്നത്. ഇത് അവിടെ വഴി വെച്ച് കണ്ട ഒരു ഫ്ലവേഴ്സാണ്. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തതാണ്. ഇനി അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്. ബൈ. അതിനുശേഷം ഫുഡ് കഴിക്കാൻ പോയി. ഇത് അവിടുത്തെ മെനു ആണ്. നമ്മൾ ചിക്കൻ ബിരിയാണി ഒരെണ്ണം മേടിച്ചിട്ട് ഞങ്ങൾ 3 പേര് ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ രാവിലെ കിട്ടിയ കാപ്പി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോയത് തണ്ടർ വേൾഡ് അവിടെയാണ്. ഇത് അവിടെ വച്ചിരുന്നതാണ്, പക്ഷേ 10-നകത്തുള്ള ഷോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പോയവർ പറഞ്ഞത്. പിന്നെ അവിടുത്തെ മെനു കാർഡുണ്ട്. അതിൻ്റെ ബാലൻസ് എടുക്കുന്ന മെനു കാർഡ് ഞങ്ങൾ ഡിന്നറിന് പോയ സമയത്തുള്ളതാണ്.
നമ്മൾ അടുത്ത് പോയത് കാലംകോട്ട് ബീച്ചിലാണ്. പക്ഷേ ബീച്ചിലേക്ക് പോവാതെ ഞങ്ങളവിടെ ഷോപ്പിങ്ങിനാണ് കയറിയത്. നിറയെ ഷോപ്സ് ഉണ്ട്, പക്ഷേ റേറ്റൊക്കെ നല്ല കൂടുതലാണ്. ചില സാധനങ്ങൾക്ക് മാത്രമേ റേറ്റ് കുറവുള്ളൂ. അതെ, ഇതിപ്പോൾ ആ ബീച്ചിൻ്റെ ഒരു ലേശം കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ നമ്മൾ ആ ബീച്ചിലേക്ക് പോകത്തുള്ളൂ. ഇത് ഇന്നത്തത് മാത്രമാണ്. ഞങ്ങൾ ആദ്യത്തെ വില്ല ഫാത്തിമ റിസോർട്ടിൽ വന്നിട്ട് സ്ഥലം അധികം പരിമിതി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ റിസോർട്ടിലേക്ക് ചേഞ്ച് ചെയ്തു. ഇത് ഞങ്ങൾ സെക്കൻഡത്തെ റിസോർട്ടാണ്, പാം റിസോർട്ട്. നല്ല റിസോർട്ടാണ്. ഇത് അതിൻ്റെ മുന്നേ ഉള്ളതാണ്. ഒരു ഡോൾഫിൻ ഫൗണ്ടൈനാണ്. നല്ല വൈബ് പ്ലേസ്, നല്ല സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. ഇന്ന് അവിടെ ഡിന്നറിന് ഇതായിരുന്നു, ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഡേ ഓൺ നോർത്ത് ഗോവ ഫുള്ള് കറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. താങ്ക് യു. നാളെ സെക്കൻഡ് ഡേ ആണ്.